ഇതിനകത്ത് ഈ ബൈബിളിൽ 73 പുസ്തകങ്ങളും വായിച്ച് തീർത്തപ്പോൾ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന വാക്യം ഏതെന്നറിയാമോ? ഈ കോണ്ടെക്സ്റ്റാണ്, ഈ അർത്ഥം വരുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ പേരെങ്കിലും പഠിച്ചു വെച്ചിട്ടുള്ള, ഇതുവരെ ഈ വാക്യം അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ശ്രദ്ധിച്ചവരുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മുറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എവിടെങ്കിലും ഈ വാക്യം ഒന്ന് എഴുതി വെച്ചിട്ട്, ആ വാക്യം ഇങ്ങനെ എഴുതി എവിടെങ്കിലും ഒക്കെ ഒട്ടിച്ചു വെച്ചാലുള്ള ഗുണം എന്നറിയാമോ? ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും. അപ്പോൾ അത് നമുക്ക് വലിയ പ്രാർത്ഥന ഉയർത്തും നമ്മുടെ ഉള്ളിൽ. ഏതാ വാക്യം എന്നായിരിക്കും ഇപ്പം നിങ്ങൾക്ക് പലർക്കും ക്യൂരിയോസിറ്റി കൂടി കാണും. ഏതാണച്ചോ ബൈബിളിൽ തന്നെ 73 പുസ്തകങ്ങളിലെ വേദഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഹബക്കുക്ക് 3:10. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും.